ഇപ്പോൾ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കേണൽ ഡിനി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഡിനി, താങ്കൾക്ക് ഇപ്പോൾ ഇതുവരെ വരുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ ഏകദേശം താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ വരുന്നത് അപ്ഡേഷൻസ് അനുസരിച്ച് തടിക്കഷ്ണങ്ങൾ ആ വാഹനത്തിലുണ്ടായിരുന്നത് 8 കിലോമീറ്റർ ദൂരത്ത് നിന്നും ലഭ്യമാവുകയാണ്. കാരണം ഈ നദിയിലുണ്ടായിരുന്ന കുത്തൊഴുക്കും ആ നദിയിലെ അവസ്ഥയും ഈ മണ്ണ് വന്ന് മൂടപ്പെടുമ്പോൾ എത്ര ദൂരം ഈ ട്രക്ക് തെറിച്ച് പോയിട്ടുണ്ടാകും, തല കീഴായിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് ക്രോഡീകരിച്ചുള്ള ഒരു മറുപടി പറയാൻ കഴിയുക ഇപ്പോൾ? ശ്രീ പ്രജീഷ്, ഇന്നത്തെ നമ്മൾ ഇതുവരെ ഏകദേശം 2 മണിയായി. ആ 2 മണി വരെ ഉള്ള ഒരു അനാലിസിസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഡേ ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കാരണം ഇന്ന് രാവിലെ ഐബോർഡ് വെച്ചിട്ടായിരുന്നു ആദ്യം അവർ ആ ഓപ്പറേഷനിലേക്ക് ലോഞ്ച് ചെയ്തത്. ഐബോർഡ് വരാൻ കുറച്ച് താമസം ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചില കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി ഐബോർഡ് ഈ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ച് ഈ ട്രക്ക് ഇപ്പം ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് ചെന്നു. അവിടെ എനിക്കൊന്ന് 2 പ്രാവശ്യം അവർ അതിന്റെ വിഷ്വൽസ് അല്ലെങ്കിൽ അതിന്റെ റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് അതിന്റെ ടെസ്റ്റ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യം കൂടെ ശ്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു അനാലിസിസ് ആണ് പിന്നീട് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പം മേജർ ജനറൽ ഇന്ദ്രപാലൻ സാർ തന്നെ ഇന്ന് രാവിലെ ഒരു 3 മണി വരെ ഒക്കെ ഒരു സമയമാണ് പറഞ്ഞത്. അതായത് അവർക്ക് ഒരു 2 മണിക്കൂറിന്റെ ആവശ്യം വരും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്കൊന്നൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ, അതായത് ഈ ട്രക്കിന്റെ ക്യാബിൻ എവിടെയാണ്. ബിക്കോസ് നമ്മളെല്ലാം ഈ ക്യാബിനെ കുറിച്ച് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ആ ക്യാബിനകത്ത് ഉണ്ടാവാൻ ഉള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ക്യാബിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു അറ്റംപ്റ്റ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ക്യാബിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് അത് കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് അവരുടെ ഓപ്പറേഷൻ തുടങ്ങും. പക്ഷെ അവിടെയും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ടാണ്. ആ ഫ്ലോ, ആ വാട്ടറിന്റെ ഫ്ലോ ഏകദേശം 8 നോട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും ആ ഒരു സ്പീഡിൽ അവർക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം അവര് ഇപ്പൊ എനിക്കൊന്ന് നേവിയുടെ PRO എന്ന പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ആ ഫ്ലോ കാരണം അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താതെ അവർ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ്. ഒന്നാമത് അവിടെ വിസിബിലിറ്റി ഇല്ല. ആ പുഴയിൽ ധാരാളം മണ്ണ് ഒക്കെ വരുന്ന ഒരു രീതിയുണ്ട്. താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നേരത്തെ ഈ തടിയെ കണ്ട പോലെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാലഞ്ച് അവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സമയം വെച്ച് നമുക്ക് കുറച്ച് ഉടനെ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ, അതിന്റെ പൊസിഷൻ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ആ ഡൈവേഴ്സ് അവരവരുടെ പ്രവർത്തനം തുടങ്ങും. ആസ് ഫാർ ആസ് ഈ ഒരു തടിക്കഷ്ണം കിട്ടി എന്ന് പറയുമ്പം അത് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഇനി ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇപ്പൊ ട്രക്ക് പുഴയുടെ ഉള്ളിലാണെന്ന്. ഇതേ കാര്യം ഒരു 5-6 ദിവസം മുൻപോ അല്ലെങ്കിൽ ഒരു 7 ദിവസം മുൻപോ നമ്മൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നെങ്കിൽ പ്രോബ്ലി ഈ ഫോക്കസ് മൊത്തം പുഴയിലോട്ട് തന്നെ പോയാണ്. ഇപ്പം ആക്ച്വലി പറഞ്ഞ ഒരു 4 തടിക്കഷ്ണം കിട്ടി അത്ര ഒരു വലിയ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയല്ല. അതുപോലെ തന്നെ പക്ഷെ 2-3 കാര്യങ്ങളുണ്ട്. ഈ തടിക്കഷ്ണം ഈ ഭാഗത്തെങ്ങും, അതായത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചെന്ന ശേഷം ആ പ്രദേശത്ത് ആ പരിസരത്തെങ്ങും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് വന്നേനെ. അപ്പം ഇത് ആദ്യത്തെ ദിവസം തന്നെ ചിലപ്പോൾ തടി പുറത്തോട്ട് പോയി അതെവിടെയെങ്കിലും സൈഡിൽ കുരുങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ ആളുകൾ എടുത്ത് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് വലിയ ഒരു പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ അതിനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് എങ്ങനെ റിട്രീവ് ചെയ്യാന്നുള്ള ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ ക്ഷമയോടെ നോക്കേണ്ടി വരും. കാരണം ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ ഈ കാലാവസ്ഥയുടെ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു കൃത്യത ആയിട്ടുള്ള കാര്യം, അതായത് നമ്മളിപ്പോൾ ഈ തടിക്കഷ്ണം വരുന്നു എന്ന് പറയുമ്പോൾ ആ വണ്ടിയുടെ ഒരു ഘടന കൂടി വന്നുള്ള ആഘാതത്തെ സംബന്ധിച്ച് നമ്മളുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ കൂടി വരികയാണ്. അവിടെയാണ് ക്യാബിൻ ആ ആഘാതത്തിൽ വേർപെട്ടിട്ടുണ്ടാകാമോ? അങ്ങനെ വേർപെട്ടിട്ടുണ്ടെങ്കിൽ ആ ക്യാബിൻ്റെ അവസ്ഥ എന്തായിരിക്കാം? അങ്ങനെ നമുക്ക് കൽപ്പിക്കപ്പെടുന്ന നമുക്ക് 2 ഇടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ റിപ്പോർട്ടേഴ്സിന് പോലും എന്താണ്, അവർക്ക് പോലും പരിമിതികൾ ഉണ്ട്. വിവരശേഖരണം അവിടെ നിന്നും വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. സാങ്കേതികം നമ്മളൊരു കാടടച്ചൊരു വെടിവയ്പ് നടത്താൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ കൂടി മുന്നൊരു സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കൂടി ഇത്തരം മേഖലകളിൽ നമ്മൾ ഇത്തരം ദുരന്തങ്ങൾ സംഭവിച്ചതിൻ്റെ ചിത്രങ്ങൾ കൂടിയൊക്കെ വെച്ച് മുനനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താണ് ഈ വാഹനത്തിൻ്റെ ഒരു ഘടന
എങ്ങനെയൊക്കെ മാറിയിരിക്കാമെന്നാണ് താങ്കൾക്ക് മനസ്സിൽ വരുന്നത്? ഒരു കാര്യം വളരെ വ്യക്തമാണ് പ്രജീഷ് ജി. അതായത് നമ്മളെ ഇതിനകത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും ആക്ച്വലി നമ്മൾ അകത്ത് കാണുന്നത്. ആ ഒരു അതായത് നമ്മളെല്ലാം ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒരു മനസ്സിനകത്ത് ചില കാര്യങ്ങൾ കാണും. അതായത് നമ്മൾ ഇങ്ങനെ ആയിരിക്കും നടന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ട്രക്കിന്റെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ പേഴ്സണലായിട്ട് നമ്മളത് ഫൈനലി പോയി കാണുമ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തെ രീതിയിലായിരിക്കും ചില ആ പൊസിഷൻ, അല്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലേക്കുള്ള, കാരണം ആ പ്രകൃതിയുടെ ഒരു രീതി അങ്ങനെയാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും. അപ്പൊ ചില സമയത്ത് ആ ഒരു ഫാക്ടർ കൊണ്ട് മാത്രം ചിലപ്പോൾ ജീവൻ പോലും രക്ഷപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ഇവിടെ കൃത്യമായിട്ട് എന്ത് നടന്നിട്ടുള്ളത് എന്നുള്ളത് പറയാൻ സത്യം പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ചില അസസ്മെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ അസസ്മെന്റ് വെച്ചിട്ട് അത് അവിടെ ഉണ്ട്. ആൻഡ് ഇന്നലെ SP പറഞ്ഞ പോലെ മോസ്റ്റ് ലൈക്ലി അത് വണ്ടി തിരിച്ചാ കിടക്കുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ഒരു രീതിയിലേക്ക് കടന്നു. പക്ഷെ ഇതെല്ലാം ഇപ്പോഴും വിതൗട്ട് ഒരു കോൺക്രീറ്റ് എവിഡൻസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതെല്ലാം സ്പെക്കുലേഷൻസ് ആണെന്ന് ഞാൻ ഇപ്പോഴും പറയും. കാരണം തീർച്ചയായും അതറിയാം. അങ്ങനെ